ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഡാറ്റ ശുചീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടക്കമായാണ് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത്. 2023 ഡിസംബർ 31 വരെ പെൻഷൻ തുകയായ 1600 രൂപ ലഭ്യമാകുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ പെൻഷൻ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. 2024 ഓഗസ്റ്റ് 24 വരെയായിരുന്നു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സർക്കാർ സമയം അനുവദിച്ചിരുന്നത്. എന്നാൽ സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായി സർക്കാർ സമയം നീട്ടിയിരിക്കുകയാണ്. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി 30 രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കുന്നത്. എത്രയും വേഗം തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. കിടപ്പ് രോഗികളായിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി പൂർത്തിയാക്കുന്നതാണ്. ഇതിനായി 50 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. ഇത്തരത്തിൽ കിടപ്പ് രോഗികളോ മറ്റോ ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ പഞ്ചായത്ത് അധികൃതരെയോ അറിയിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സേവന സോഫ്റ്റ്വെയറിൽ നിലവിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമായി ലഭ്യമാകുന്നതിന്റെ ഭാഗമായി ഡാറ്റ ശുചീകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മസ്റ്ററിംഗ് പരാജയപ്പെടുകയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുന്ന പക്ഷവും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും മസ്റ്ററിംഗ് പരാജയപ്പെട്ടു എന്ന് കാണിക്കുന്ന ഫെയിൽഡ് സ്ലിപ്പ് ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ അടുത്തുള്ള ഗസറ്റഡ് ഓഫീസറുടെ കയ്യിൽ നിന്നും സാക്ഷ്യപ്പെടുത്തുന്ന ലൈഫ് സർട്ടിഫിക്കറ്റും ആധാർ കാർഡുമായി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലോ ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട ഓഫീസിലോ ഹാജരാക്കിയാൽ മസ്റ്ററിംഗിന് തുല്യമായി ഇത് മാറും. തുടർന്ന് തടസ്സമില്ലാതെ നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാ വിവരങ്ങളും പുനഃപരിശോധനയാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുനഃപരിശോധനയിലൂടെ ഗുണഭോക്താക്കളുടെ പേരിലോ പെൻഷൻ ഡീറ്റെയിൽസിലോ പൊരുത്തക്കേടുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ തിരുത്തൽ നടത്തുവാനുള്ള സമയമാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെയും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ഏതെങ്കിലും വിധത്തിൽ പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ട് എങ്കിൽ തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആണോ എന്ന് പരിശോധിക്കുക. സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ അത് സേവിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സീറോ ബാലൻസ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷന് പരിധിയുണ്ട്. ഇത്തരത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ടുള്ള ചില ക്ഷേമനിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്താതെ അത് തിരിച്ച് ക്ഷേമനിധി ബോർഡിലേക്ക് തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക.